ലാൽസ് അക്കാഡമിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു തുടങ്ങിയിരുന്നു അല്ലേ? എന്തിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിലേക്കൊക്കെ പോകുന്നത്? യൂഷ്വൽ പ്രോബബിലിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് അതിൽ നിന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതിൻ്റെ ആവശ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? അപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് തന്നെ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ബൈനോമിയൽ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലേ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനിയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചില പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് വന്നാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു പ്രോബ്ലം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അൺസർട്ടനിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ളൊരു നോളജ് വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. സോ അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു പ്രോബ്ലമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ഇങ്ങനെയാണ്: എ മെഷീൻ പ്രൊഡ്യൂസസ് 10% ഡിഫക്റ്റീവ് ഐറ്റംസ്. 10 items are selected at random. Find the probability of not more than 2 items being defective. സോ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റംസിൽ 10% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ്. അപ്പോൾ ആ 10% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുള്ളത്. അതിൽ നിന്ന് നമ്മൾ 10 ഐറ്റംസിനെ റാൻഡമായിട്ട് സിലക്ട് ചെയ്തു. ആ സിലക്ട് ചെയ്ത 10 എണ്ണത്തിൽ 2-ൽ കൂടുതൽ ഐറ്റംസ് ഡിഫക്റ്റീവ് ആകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, മാക്സിമം 2-ൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇങ്ങനൊരു പ്രോബ്ലം നമുക്ക് കിട്ടിയാൽ നമ്മൾ ഓരോ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും പഠിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഇത് ആദ്യം നമ്മൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ, നമ്പർ ഓഫ് ഐറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്പർ ഓഫ് ഐറ്റംസ് ആണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ് ക്യാൻ ബി 0, 1, 2, 3 എക്സെട്ര. അങ്ങനെ ആയിരിക്കും എക്സിൻ്റെ വാല്യൂസ് പോകുന്നത്, ശരിയല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര എന്ന് പോകുമ്പോഴാണ് അതെന്താവുന്നത്, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആവുന്നത് അല്ലേ? പെർട്ടിക്കുലർ പോയിന്റ്സിൽ മാത്രമേ എക്സിന് വാല്യൂസ് ഉള്ളൂ. 0, 1, 2, 3 അങ്ങനെ സ്പെസിഫിക് പോയിന്റ്സിലാണ് എക്സിന് വാല്യൂസ് ഉള്ളത്. അതേസമയം കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻ്റർവെൽസിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്സ് ആയിരിക്കും, ശരിയല്ലേ? ഇപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, ഏജ് അതൊക്കെ എന്താണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ്. നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ്, നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, നമ്പർ ഓഫ് കാർസ് ഇൻ യുവർ ഹൗസ് എന്നൊക്കെ പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ മെഷീൻ എന്താ കേസ്, അവിടെ 10% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ മെഷീൻ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് 2 രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ആ ഐറ്റം ഡിഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിഫക്റ്റീവ്, ശരിയല്ലേ? ഒരു ഐറ്റം നമ്മൾ ചൂസ് ചെയ്താൽ ഒന്നെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാം, അല്ലെങ്കിൽ അത് നോട്ട് ഡിഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഡിഫക്റ്റീവ് അതിൻ്റെ ഓപ്പോസിറ്റ് സെൻസ് എന്നുള്ള രീതിയിലാണ് നോട്ട് ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ നല്ല ഐറ്റം, നല്ല ക്വാളിറ്റി ലെവൽസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഐറ്റമാണ്, അതിനെയാണ് ഞാൻ നോട്ട് ഡിഫക്റ്റീവ് എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 2 പോസിബിൾ ഔട്ട്കംസ് ആണ് വരുന്നത് അല്ലേ? ഓരോ ഐറ്റം നമ്മൾ എടുക്കുമ്പോഴും അത് 2 പോസിബിൾ ഔട്ട്കംസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാം, അല്ലെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാതിരിക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫസ്റ്റ് കണ്ടീഷനായ 2 പോസിബിൾ ഔട്ട്കംസ് എന്നുള്ളത് അവിടെ ഓൾറെഡി മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഇവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിനെ ഫേവർ ചെയ്യുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ ഐറ്റം നമ്മൾ ഡ്രോ ചെയ്യുമ്പോഴും ആദ്യം പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താണ്?
10% ഡിഫക്റ്റീവ് ഐറ്റംസ് ഉണ്ട് അല്ലേ? ആ പ്രോബബിലിറ്റി പിന്നെ വരുന്ന ഒരു കേസിലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല അല്ലേ? അതൊന്നും പിന്നീട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. 10% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് എന്നുള്ളത് ആദ്യമേ അവിടെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം എന്നുള്ളത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 10% അല്ലേ? ഡിഫക്റ്റീവ് ഐറ്റം ഇസ് 10%. 10% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 10/100, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/10. ശരിയല്ലേ? അപ്പോൾ അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ട്രയൽ ടു ട്രയൽ ആ പ്രോബബിലിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇതായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ. അതേപോലെ തന്നെ ട്രയൽസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. ഫസ്റ്റ് ഡ്രോയിൽ നമുക്കൊരു ഔട്ട്കം കിട്ടി എന്ന് പറഞ്ഞ് സെക്കൻഡ് ഡ്രോയിലെ ഔട്ട്കത്തിനെ അത് എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സോ ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. പിന്നെ 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഓൾസോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഐറ്റം അല്ലെങ്കിൽ പ്രോബബിലിറ്റീസ് അവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അവിടെ മീറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്കത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് മോർ ദാൻ 2 ഐറ്റംസ് ബീങ് ഡിഫക്റ്റീവ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു ബൈനോമിയൽ എക്സ്പെരിമെൻസിൽ നമുക്ക് സക്സസും ഫെയിലിയറുമായിട്ടാണ് അവിടുത്തെ ഔട്ട്കംസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, സക്സസും ഫെയിലിയറും. അപ്പോൾ സക്സസും ഫെയിലിയറും നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ആവശ്യമുള്ള ആൻസർ എന്താണോ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഔട്ട്കംസിനെ സക്സസ് എന്നും ഫെയിലിയർ എന്നും ഡിനോട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇവിടെ തന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബീയിങ് ഡിഫക്റ്റീവ്, അതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മൾ ഫേവർ ചെയ്യുന്ന ഔട്ട്കം, ഫേവർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളതെന്നല്ല, നമുക്കറിയാൻ താല്പര്യമുള്ളത് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ്. സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ എനിക്കൊരു ഡിഫക്റ്റീവ് ഐറ്റം കിട്ടുവാണെങ്കിലാണ് ഞാൻ അതിനെ സക്സസ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണ്, എനിക്കറിയേണ്ടത്, എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ പ്രോബബിലിറ്റിയാണ്. So, if I am getting a defective item, I will be calling it as a success. If not, it's a failure. അപ്പോൾ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് മോർ ദാൻ 2 ഐറ്റംസ് ബീങ് ഡിഫക്റ്റീവ്. 10 ഐറ്റംസ് ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 2-ൽ കൂടുതൽ ഐറ്റംസ് ഡിഫക്റ്റീവ് ആകാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതെങ്ങനെ വരും? ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ആണ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് എങ്കിൽ x ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ശരിയല്ലേ? 2-ൽ കൂടാൻ പാടില്ല, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടുത്തെ അപ്പർ ബൗണ്ട് ആണ് 2. പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി 10 ഐറ്റംസ് ആർ സിലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n ഇസ് ഈക്വൽ ടു 10. നൗ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്മോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ശരിയല്ലേ? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് സ്മോൾ p. അപ്പോൾ ഈ കേസിൽ ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡിഫക്റ്റീവ് ഐറ്റം. ശരിയല്ലേ? നമുക്കതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 1/10 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - p ആണ്. ദാറ്റ് ഇസ് 1 - 1/10 ദാറ്റ് ഇസ് ഈക്വൽ ടു 9/10. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. പ്രോബബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? NCx p raised to x q raised to n minus x for x is equal to 0, 1, 2, 3 up to n and q is equal to 1 minus p, 0 less than p less than 1. ഇതാണ് നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ what is the probability of x less than or equal to 2? We have to take the sum of x from 0 to 2. ആ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. എക്സ് 2ഓ അതിൽ താഴെയോ ആകാനുള്ള പ്രോബബിലിറ്റി, ആ ടോട്ടൽ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് ഇസ് ഈക്വൽ ടു 0 to 2-ൽ നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സിൻ്റെ സം എടുക്കുക. ദാറ്റ് ഇസ് 10cx 1/10 raised to x 9/10 raised to 10 minus x. അങ്ങനെയാണ് ആ പ്രോബബിലിറ്റി വരുന്നത്. ദാറ്റ് ഇസ്
ഓരോ എക്സിന് ഓരോ വാല്യൂസ് കൊടുത്ത് ആ സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്താൽ ഫസ്റ്റ് വൺ 10C0, 1/10 raised to 0, 9/10 raised to 10 plus 10C1, 1/10 raised to 1, 9/10 raised to 10 minus 1, that is 9 plus എന്ത് വരും 10C2, 1/10 raised to 2, 9/10 raised to 10 minus 2, that is 8. ഇപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ ഇങ്ങനെയാണ്, ദാറ്റ് ഇസ് 24/9 ഇൻറ്റു 9/10 raised to 10. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ ഏത് ഓപ്ഷനാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനെ ചിലപ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ തരണം എന്നില്ല, ഈ ഒരു ക്ലോസ്ഡ് ഫോർമാറ്റ് മാത്രമായിട്ട് തരാം, അല്ലെങ്കിൽ എക്സാക്ട് ആൻസറിലേക്ക് പോകാം. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യുന്നൊരു മാർഗ്ഗം ഇങ്ങനെയാണ്, ബൈനോമിയൽ എക്സ്പെരിമെൻ്റ് ആണോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ സക്സസ് എന്താണ്, ഫെയിലിയർ എന്താണ്, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് എന്താണ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ പാർട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസറിലേക്ക് വരാനായിട്ട് സാധിക്കും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. The chances of a bomber hitting the target and missing it are 3:2. Calculate the probability that the target will be hit at least once in 5 sorties. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇവിടെയും നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. എന്താണ്? ഒന്നെങ്കിൽ ഹിറ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ മിസ് ചെയ്യാം. ശരിയല്ലേ? അപ്പം ഇവിടെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ആണ്. ഇനിയും അതിൻ്റെ ചാൻസസ് എന്ന് കൊടുത്തിട്ടുള്ളത് 3:2 ആണ്. ഓക്കെ, അപ്പോൾ 3:2 ആണ് അവിടെ ചാൻസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ടാർഗറ്റ് വിൽ ബി ഹിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 5 sorties. അറ്റ്ലീസ്റ്റ് വൺസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബബിലിറ്റി ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ശരിയല്ലേ? മാക്സിമം 5 sortiesൽ ഒരു പ്രാവശ്യമെങ്കിലും ഹിറ്റ് ചെയ്യണം, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി. അത് ആ പ്രോബബിലിറ്റിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലോവർ ബൗണ്ടായിട്ടാണ് നമ്മൾ 1നെ സെറ്റ് ചെയ്യുന്നത്. നേരത്തെ കേസിൽ നമ്മൾ അപ്പർ ബൗണ്ടായിട്ടാണ് 2നെ സെറ്റ് ചെയ്തത്. ഈ കേസിൽ നമുക്ക്, കാരണം നോട്ട് മോർ ദാൻ 2 അതായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു പ്രാവശ്യമാകാം, അല്ലെങ്കിൽ 2 പ്രാവശ്യമാകാം, അല്ലെങ്കിൽ 3 പ്രാവശ്യമാകാം, 4 പ്രാവശ്യമാകാം, 5 പ്രാവശ്യമാകാം അല്ലേ. ആ കേസിലെല്ലാം ആ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അഗെയിൻ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതെങ്ങനെ വരും? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF എഴുതുമ്പോൾ നമ്മൾ എക്സിൻ്റെ റേഞ്ച് എഴുതുന്നത് ഇങ്ങനെയാണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു NCX P raised to x Q raised to n minus x, where x is equal to 0, 1, 2, 3 up to n, and Q is equal to 1 minus P, 0 less than P less than 1. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എവിടെ തൊട്ട് മതി? 1 തൊട്ട് മതി. ഇനി മാക്സിമം എത്ര കേസാണുള്ളത്? 5 sorties ആണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഇസ് എന്നിൻ്റെ വാല്യൂ അവിടെ 5 ആണ്. എന്നിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് NCX ഫ്രം 0, 1 to 5, 5CX. നൗ P വേണം, ശരിയല്ലേ? പിയും ക്യൂവും വേണം. അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ ഈ റേഷ്യോ കൊടുത്തിട്ടുള്ളത്. ഹിറ്റിംഗ് ദ ടാർഗറ്റ് ആൻഡ് മിസ്സിംഗ് ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ എന്താണ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ ടാർഗറ്റ് വിൽ ബി ഹിറ്റ് അല്ലേ. അപ്പോൾ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സക്സസ്. ശരിയല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതായതുകൊണ്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സക്സസും, മിസ്സായാൽ അത് ഫെയിലിയറും. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റീസ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ 3:2 റേഷ്യോയിലാണ് അതുള്ളത്. ആ ചാൻസസ് എന്ന് പറയുന്നത് 3:2 ആണ്. സോ അവിടെ പ്രോബബിലിറ്റി എങ്ങനെ വരും? ഔട്ട് ഓഫ് 5 sortiesൽ 3 തവണ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, 2 തവണ മിസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ റേഷ്യോയിലാണ് പ്രോബബിലിറ്റീസ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. ശരിയല്ലേ?
സക്സസ് ആണ്. ഈ കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടാർഗറ്റ് വിൽ ബി ഹിറ്റ്. സോ അവിടുത്തെ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് 3/5. ഓക്കെ, അപ്പോൾ അത് 3/5 ആകുമ്പോൾ ക്യൂ എന്ത് വരും? 1 മൈനസ് 3/5 ദാറ്റ് ഇസ് 2/5. അപ്പോൾ 5cx 3/5 റേസ് ടു എക്സ് 2/5 റേസ് ടു 5 മൈനസ് എക്സ്. അതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. അപ്പോൾ ഇനി ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഓരോന്നും എടുത്ത് സം എടുക്കുക എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് എക്സ് ലെസ് ദാൻ 1 ആകുന്ന പ്രോബബിലിറ്റി 1-ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1. ദാറ്റ് ഇസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ലെസ് ദാൻ 1 ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു 0. 1-നേക്കാട്ടിൽ താഴെ ഒരു പോയിന്റ് ഉള്ളത് 0-ൽ മാത്രമാണ് പ്രോബബിലിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് ദാറ്റ് ഇസ് probability of x less than 1 is equal to probability of x is equal to 0. That is 1 minus 5c naught 3/5 raised to 0 2/5 raised to 5 minus 0 എന്ന് വരും. That is 1 minus 2/5 raised to 5. Okay. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് 3093 ഡിവൈഡഡ് ബൈ 3125 എന്ന് വരും. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ആൻസർ വരാം. സോ പ്രോബബിലിറ്റി ഓഫ് probability that the target will be hit at least once in 5 sorties is equal to 3093 by 3125 അല്ലെങ്കിൽ 1 minus 2/5 the whole raised to 5. So ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള നോളജ് വെച്ച് അത് ആ ഒരു പോർഷൻ തറവാക്കി എടുത്തു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലംസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ നമുക്ക് നമ്മുടെ നോളജ് അപ്ലൈ ചെയ്ത് നമുക്കത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.